കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്വയം ആഗോള നേതാവ് എന്ന പ്രതിച്ഛായ കെട്ടിപ്പടുക്കാൻ വർഷങ്ങളായി ശ്രമിക്കുന്ന ശശി തരൂരിന്റെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് വ്യക്തമായി തുറന്നു കാട്ടിയിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിട്ടും വേദിയിലുണ്ടായിരുന്ന KPCC പ്രസിഡന്റ് മുതൽ AICC ജനറൽ സെക്രട്ടറിമാരെ വരെ പേരെടുത്ത് പരാമർശിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശശി തരൂരിന്റെ പേര് മാത്രം ഉദ്ദേശപൂർവ്വം ഒഴിവാക്കിയത് കേരള രാഷ്ട്രീയത്തിൽ വലിയ സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് ഒരു മറവിയല്ല, മറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് തരൂരിനോടുള്ള രാഷ്ട്രീയ അവിശ്വാസത്തിന്റെ തുറന്ന പ്രഖ്യാപനമാണ്. സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തതും എപ്പോഴും മാധ്യമങ്ങളിലൂടെയും ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളിലൂടെയും സ്വയം ഉയർത്തിക്കാണിക്കാൻ മാത്രം ശ്രമിക്കുന്നതുമായ തരൂരിന്റെ രാഷ്ട്രീയ ശൈലി പാർട്ടിക്കുള്ളിൽ തന്നെ നാളുകളായി വിമർശന വിധേയമാണ്. വയനാട്ടിൽ നടന്ന കോൺക്ലേവിൽ KC വേണുഗോപാൽ നടത്തിയ വാനോളം പുകഴ്ത്തൽ ഇപ്പോൾ വെറും രാഷ്ട്രീയ പുകമറ മാത്രമായിരുന്നുവെന്ന് കൊച്ചി വേദി തെളിയിച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ വേദിയിൽ തരൂരിനെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കാൻ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി സ്വീകരിച്ച തന്ത്രം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എത്തിയാൽ അദ്ദേഹം മാത്രമേ സംസാരിക്കൂ എന്ന നിർദ്ദേശം കേട്ട് തരൂർ പ്രസംഗം ആരംഭിച്ചെങ്കിലും രാഹുൽ വേദിയിലെത്തിയതോടെ അദ്ദേഹം വാക്കുകൾ മുറിച്ചു നിർത്തി. എന്നാൽ ഇതിന് പിന്നാലെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് തുടങ്ങിയവർ രാഹുൽ ഗാന്ധി വേദിയിലിരിക്കെ തന്നെ തുടർച്ചയായി സംസാരിച്ചത് തരൂരിനെ മാത്രം ഒഴിവാക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമായിരുന്നെന്ന സംശയത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. KPCC പ്രസിഡന്റ് മുതൽ പ്രാദേശിക നേതാക്കളെ വരെ പേരെടുത്ത് അഭിസംബോധന ചെയ്ത രാഹുൽ ഗാന്ധി തന്റെ തൊട്ടടുത്തിരുന്ന പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിനെ കണ്ടില്ലെന്ന് നടിച്ചത് സൂചനകളാൽ നിറഞ്ഞ നിശബ്ദതയാണ്. കേരള രാഷ്ട്രീയത്തിൽ തരൂരിന് വലിയ പങ്കില്ല എന്ന സന്ദേശം രാഹുൽ ഗാന്ധി വാക്കുകളില്ലാതെ തന്നെ വ്യക്തമാക്കി നൽകി. കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിന്റെ സ്വയം പ്രചാരണ രാഷ്ട്രീയത്തിൽ അസ്വസ്ഥരാണെന്നത് പുതിയ കാര്യമല്ല. സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം സ്വന്തം ഇമേജ് നിർമ്മാണത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന തരൂർ പാർട്ടിക്കുള്ളിൽ തന്നെ ഒറ്റപ്പെടുകയാണെന്ന യാഥാർത്ഥ്യമാണ് കൊച്ചി മഹാപഞ്ചായത്ത് പരസ്യമായി തുറന്നു കാട്ടിയത്. ഒരു ആഗോള നേതാവെന്ന പ്രതിച്ഛായ മലയാളികൾക്ക് മുന്നിൽ നിർത്താൻ ശ്രമിക്കുന്ന തരൂരിന് കേരളത്തിലെ പാർട്ടി രാഷ്ട്രീയത്തിൽ യഥാർത്ഥ അടിത്തറയില്ലെന്നതാണ് ഈ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. വയനാട്ടിൽ കയ്യടി നേടിയ തരൂർ കൊച്ചിയിൽ അവഗണിക്കപ്പെട്ടത് അപമാനമല്ല, സംഘടന തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യത്തിന്റെ പ്രകടനമാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കൊച്ചിയിലെ സംഭവങ്ങൾ തരൂർ പക്ഷത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനമായി കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശശി തരൂരിന്റെ പ്രാധാന്യം ക്ഷയിച്ചുവെന്ന വ്യക്തമായ സൂചനയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. വാക്കുകളാൽ മാത്രം രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന പാഠമാണ് കൊച്ചി വേദി തരൂരിന് നൽകിയത്. പരിപാടി തീരും മുന്നേ പ്രതിഷേധിച്ചുകൊണ്ട് ശശി തരൂർ വേദി വിട്ട് ഇറങ്ങിപ്പോകുകയും ചെയ്തു. നേതാക്കളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ശശി തരൂരിന്റെ പേര് മാത്രം പറഞ്ഞില്ല എന്നതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. തന്റെ പേര് മാത്രം പറയാതെ ഉണ്ടായ അവഗണനയിലാണ് പ്രതിഷേധ സൂചകമായി ശശി തരൂർ വേദി വിട്ടിറങ്ങിയത്. രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ രാഹുൽ എത്തുന്നതിന് മുന്നേ സംസാരിക്കേണ്ടുന്ന പൈലറ്റ് പ്രസംഗകൻ മാത്രമാക്കിയതിലും തരൂരിന് പരിഭവമുണ്ട്. ഇതൊക്കെയാണ് ശശി തരൂരിനെ ചൂണ്ടിപ്പിച്ചത്. സംഭവത്തിൽ KC വേണുഗോപാലിനെയും ദീപാദാസ് മുൻഷിയെയും തരൂർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു.